വരുമ്പോൾ സംസ്ഥാനത്ത് പോളിംഗ് ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത്. 3 മണിക്കൂർ പിന്നിട്ട് പോളിംഗ് ആരംഭിച്ച ശേഷം എന്തായാലും മികച്ച പോളിംഗ് ശതമാനം സംസ്ഥാനത്ത് രേഖപ്പെടുന്നു എന്നാണ് സാഹചര്യം. നമുക്ക് നോക്കാം സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതി. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, നേമം സംസ്ഥാനത്ത് ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന നേമം ഉൾപ്പെടുന്ന ജില്ലയാണ്. നേമം അടക്കമുള്ള ഇടങ്ങളിലെ ഒരു പോളിംഗ് നൽകുന്ന സൂചനകൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസ് സമാഹരിക്കുന്ന വോട്ടുകൾ ജയപരാജയം നിശ്ചയിക്കുമെന്നാണല്ലോ ഒരു കണക്കെടുപ്പ്. എന്താണ് അവിടുത്തെ സാഹചര്യം? നേമത്ത് ശക്തമായ പോളിംഗ് ഉണ്ട്. 20% അടുക്കുന്ന പോളിംഗ് ഈ ഘട്ടത്തിൽ നേമത്തുണ്ട്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും അതിശക്തമായ പോളിംഗ് ആണ് രാവിലെ ഒക്കെ ഉണ്ടായത്. വട്ടിയൂർക്കാവിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ 18% കടന്നിരിക്കുന്നു. അത് 9 മണി വരെയുള്ള 9:30 വരെയുള്ള ഔദ്യോഗിക കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അതിൽ തന്നെ 18% കഴിയുന്നു വട്ടിയൂർക്കാവിലെ പോളിംഗ് ശതമാനം. നേമത്തും അതിശക്തമായ പോളിംഗ് ആദ്യഘട്ടം മുതൽ ഉണ്ട്. അത് തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പലയിടത്തും നേമത്ത് ഔദ്യോഗിക കണക്ക് പ്രകാരം 17.23%. 9 മണിവരെയുള്ള കണക്ക്. സംസ്ഥാനത്തെ ആകെ പോളിംഗ് ശതമാനം 16.23%. ഈ ഔദ്യോഗിക കണക്കുകൾ പ്രകാരമുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ആ ഘട്ടത്തിലാണ്. 9:34 വരെയുള്ള ഇത് കണക്കാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. പക്ഷേ രാവിലെ ഉണ്ടായ തിരക്ക് നഗരത്തിലെ പല ബൂത്തുകളിലും ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ബൂത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെട്ട കുന്നുകുഴി UPSലാണ്. ഇവിടെ കാര്യമായ തിരക്ക്, രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പതിയെ തിരക്ക് കുറയുന്ന അവസ്ഥയാണ്. ബൂത്തുകളിൽ ഒന്നും കാര്യമായ ആൾത്തിരക്കില്ല. നമുക്കറിയാം വട്ടിയൂർക്കാവും നേമവും കഴക്കൂട്ടവും അത് അത്രയേറെ വാശി നിറഞ്ഞ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ തലസ്ഥാനത്തേത്. അവിടങ്ങളിൽ സ്വാഭാവികമായും വോട്ടിംഗ് ശതമാനം ഉയരാനിടയുണ്ട്. UDF പിടിക്കുന്ന വോട്ടുകൾ നേമത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. 36,000 പേരെ വോട്ട് കഴിഞ്ഞ തവണ K മുരളീധരൻ പിടിച്ചിരുന്നു. അതാണ് വി ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് നയിച്ചത്. ഇത്തവണയും ശബരിനാഥ് പിടിക്കുന്ന വോട്ടുകളും നിർണായകമാകും. വലിയ പ്രതീക്ഷയോടുകൂടി സാധാരണഗതിയിൽ ശബരിനാഥിന്റെ പ്രചരണം അവിടെ LDF BJP നേരിട്ടുള്ള പോരെന്ന് പറയുമ്പോഴും ശബരിനാഥൻ പ്രചരണ രംഗത്ത് വളരെയധികം ഒരു ഘട്ടത്തിൽ മുന്നേറാൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകൾ എവിടെ നിന്നുള്ള വോട്ടുകളാണെന്നത് കൂടി നിയമത്തിൽ നിർണായകമായി മാറും. ശബരിനാഥിനെതിരെ CPM പറഞ്ഞ പ്രധാനപ്പെട്ട പരാതി ശബരിനാഥിന്റെ ക്യാമ്പയിൻ ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് BJP സഹായിക്കാണ്. പ്രത്യേകിച്ച് രേവന്ത് റെഡ്ഡി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോൾ അവരുടെയൊക്കെ പ്രചരണം കേന്ദ്രീകരിക്കുന്നത് ന്യൂനപക്ഷ മേഖലകളിലാണ്. അത്തരം കേന്ദ്രീകരണം ന്യൂനപക്ഷ വോട്ടുകൾ LDFിലേക്ക് വരുന്ന തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. അവിടെ പരമാവധി ന്യൂനപക്ഷ വോട്ടുകൾ വി ശിവൻകുട്ടിക്ക് ലഭിച്ചാൽ മാത്രമേ അവിടെ വിജയസാധ്യത ഇടതുമുന്നണിക്കുള്ളൂ. അങ്ങനെയല്ല, ആ വോട്ടുകൾ വിഭജിച്ചു പോയാൽ അത് BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശബരിനാഥൻ പിടിക്കുന്ന വോട്ടുകളുടെ എണ്ണം, അത് ഏത് ഭാഗത്തു നിന്നാണ് വോട്ടുകൾ ശബരിനാഥനിലേക്ക് വരുന്നത് എന്ന കാര്യം കൂടി അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാവിലെ ഈ ഈഞ്ചക്കൽ ഭാഗത്തുമൊക്കെ അതുപോലെ SM ബ്ലോക്ക് ഭാഗത്തുമൊക്കെ വലിയ വോട്ടർമാരുടെ വലിയ നിരയുണ്ടായിരുന്നു. ശക്തമായ പോളിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ സൂചനകൾ എന്ത് എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ആർക്ക് അനുകൂലമായി മാറും. ഏതായാലും ഓരോ വോട്ടും നിർണായകമായി മാറുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച ഈ വട്ടിയൂർക്കാവും നേമവും അതുപോലെ തന്നെ കഴക്കൂട്ടവും ഒക്കെ. 3 മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് ആണ് ഈ ആദ്യ 2-2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ഉണ്ടായിരുന്നത്. 10 മണിയിലെ കണക്ക് അല്പസമയത്തിനകം പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം ഉയരുകയാണ്. 18% പോളിംഗ് ശതമാനം എത്തുന്നു എന്ന സൂചനയാണ് സംസ്ഥാനത്തിന്റെ പൊതുവായ സാഹചര്യം. അതാണ് 9:30 വരെയുള്ള ഔദ്യോഗിക കണക്കാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം അരമണിക്കൂർ വീണ്ടും പിന്നിടുന്നു. പുതിയ അപ്ഡേറ്റ് വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും പോളിംഗ് ശതമാനം ഉയരുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ 76% 2021 സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം. ഓർക്കുക, അന്ന് കോവിഡ് ആയിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി സംസ്ഥാനത്ത് എന്നതാണ് കഴിഞ്ഞ തവണ ഉണ്ടായ സാഹചര്യം. ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും വലിയ മത്സരമാണ് പലയിടങ്ങളിലും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ പോളിംഗിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതണം. കാരണം ആളുകൾ കൂട്ടത്തോടെ അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ മുന്നണികൾ തന്നെ ശ്രമിക്കും. ആ തരത്തിൽ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകും. കാലാവസ്ഥ ചൂടുണ്ട് പകൽ സമയം, അതാണൊരു വെല്ലുവിളി. അതുകൊണ്ട് ഒരുപക്ഷെ ഉച്ച സമയത്ത് അല്പം പോളിംഗ് കുറഞ്ഞേക്കാം. അതിനുശേഷം വീണ്ടും വൈകിട്ട് പോളിംഗ് ആരംഭിക്കും. ഇതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന സാഹചര്യം. പ്രത്യേകിച്ച് കനത്ത പോര് നടക്കുന്ന സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ 2021 അപേക്ഷിച്ച് 2026 വരുമ്പോൾ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം ഉയരുന്നു. BJP പലയിടങ്ങളിലും ഒരു കീ ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ജയിച്ചില്ലെങ്കിൽ കൂടിയും അവർ സമാഹരിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. അതുകൊണ്ട് BJPയും തങ്ങളുടെ വോട്ടുകൾ പരമാവധി പോളിയിപ്പിക്കുന്നത്
അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലനമുണ്ടാക്കും. അത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇടവെച്ചേക്കാം. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പോളിംഗ് ശതമാനം രേഖപ്പെടുന്നത് അങ്ങനെയാണ്. നമുക്ക് ചില ജില്ലകളിലെ കണക്കുകൂടി വിശദമായി നോക്കാം. ചില ജില്ലകളുടെ കണക്കുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഏറെക്കുറെ ഒരു വ്യക്തമായ ചിത്രം വരും. 9:30 വരെയുള്ള തൃശ്ശൂർ ജില്ലയുടെ കണക്ക് വരുമ്പോൾ 16.82% അവിടെ ജില്ലയിലുണ്ടായിരിക്കുന്ന പോളിംഗ്. ചേലക്കരയിൽ 16.64, കുന്നംകുളത്ത് 15.79, ഗുരുവായൂരിൽ 15.46, മണലൂരിൽ 16.33, വടക്കാഞ്ചേരിയിൽ 17.74, ഒല്ലൂരിൽ 17.46, തൃശ്ശൂരിൽ 18%, നാട്ടികയിൽ 16, കയ്പമംഗലത്ത് 15.74, ഇരിങ്ങാലക്കുടയിൽ 17.18, പുതുക്കാട് 17.84, ചാലക്കുടിയിൽ 17.24, കൊടുങ്ങല്ലൂരിൽ 16.49 എന്നതാണ് ചിത്രം. അതായത് തൃശ്ശൂർ മണ്ഡലത്തിലാണ് ഇതുവരെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 18%, 18.5% എത്തിയിരിക്കുന്നു. അതായത് അതിശക്തമായ മത്സരം ത്രികോണ പോര് നടക്കുന്ന മണ്ഡലമാണ്. അവിടെയാണ് ഇത്തവണ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എന്നതാണ് സാഹചര്യം. ഇതാണ് ജില്ലകൾ തിരിച്ചുള്ള കണക്ക് വരുമ്പോൾ ആലപ്പുഴയിലേക്ക് നോക്കുമ്പോൾ ആലപ്പുഴയിലും 9:30 വരെയുള്ള കണക്ക് വരുന്നുണ്ട്. ആലപ്പുഴയിലെ കണക്ക് നോക്കുമ്പോൾ 16.87% ആലപ്പുഴയിലെയും പോളിംഗ് ശതമാനം. അരൂര് 17.39, ചേർത്തലയിൽ 17.65, ആലപ്പുഴയിൽ 17.9, അമ്പലപ്പുഴയിൽ 17.82%, കുട്ടനാട് 16.35, ഹരിപ്പാട് 16.15, കായംകുളത്ത് 16.64, മാവേലിക്കരയിൽ 15.9, ചെങ്ങന്നൂരിൽ 15.73. ശ്രദ്ധിക്കുക, ഇതിലേറ്റവും അധികം പോളിംഗ് നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയിലാണ്. 17.82. അതായത് ശക്തമായ രാഷ്ട്രീയ പോര്. ജി സുധാകരൻ മറുചേരിയിലെത്തിയതോടുകൂടി അതിശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന അവിടെയാണ് ഏറ്റവും അധികം പോളിംഗ് ഉണ്ടാകുന്നത്. കോട്ടയം ജില്ലയിലെ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. അവിടെ 9:30 വരെയുള്ള ഔദ്യോഗിക കണക്കാണ്. കോട്ടയം ജില്ലയുടെ പോളിംഗ് ശതമാനം 16.30. അത് നിയമസഭാ മണ്ഡലം തിരിച്ചു നോക്കുമ്പോൾ പാലയിൽ 15.34, കടുത്തുരുത്തിയിൽ 14.74, വൈക്കത്ത് 17.35, ഏറ്റുമാനൂരിൽ 16.86, കോട്ടയത്ത് 17.24, പുതുപ്പള്ളിയിൽ 16.49, ചങ്ങനാശ്ശേരിയിൽ 16.99, കാഞ്ഞിരപ്പള്ളിയിൽ 16%, പൂഞ്ഞാറിൽ 15%. ഇതിൽ വൈക്കത്താണ് ഏറ്റവും അധികം പോളിംഗ്. വൈക്കം ശ്രദ്ധേയമാണ്. കാരണം വൈക്കത്ത് ഇടതു സ്ഥാനാർത്ഥി, ഇടത് മുൻ MLA കെ അജിത്ത് BJPക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്ന ഇടമാണ്. അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്ന ഇടം കൂടിയായി അത് മാറിയിട്ടുണ്ട്. CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്നും. അനുമോദ്, എന്താണ് സാഹചര്യം? പോളിംഗ് ഉച്ചയാകുന്നു, ചൂട് കൂടുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ച് ബൂത്തുകളിലെ ഒരു തിരക്ക് കുറയുന്നുണ്ടോ? ആ ട്രെൻഡ് ഉണ്ടോ? സജിത്ത്, ബൂത്തുകളിലെ തിരക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.